ശിവകുമാറേട്ടാ, നമ്മുടെ RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഈ ജനന നിരക്ക് വല്ലാതെ കുറയുകയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ. അത് ഒരു അപകടമാണ്, അങ്ങനെ കുറയാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വലിയ വിമർശനത്തിന് ഇടയാക്കി. ഇപ്പോൾ ഇതാ കേരളത്തിൽ നമ്മുടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ ജനന നിരക്ക് ആശങ്കാജനകമായി കുറയുന്നു എന്നാണ് ആ കണക്ക്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ശരിയാണ്. ഈ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ജനസംഖ്യ പറ്റിയുള്ള ഈ പഠനം വളരെ രസകരമായ ഒത്തിരി വസ്തുതകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ 2009 ഇവിടെ രജിസ്റ്റർ ചെയ്ത ജനനങ്ങൾ എന്ന് പറയുന്നത് 5.5 ലക്ഷമായിരുന്നു. 2009 അത് 2019 4.8 ലക്ഷമായി കുറഞ്ഞു ജനന നിരക്ക്. അതായത് 10 വർഷം കൊണ്ട്, കേവലം 10 വർഷം കൊണ്ട് 70,000 രജിസ്റ്റർ ചെയ്യുന്ന ജനനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ജനസംഖ്യ എന്ന് പറയുന്നത് പിന്നെ 3.5 കോടി ആയിട്ടുണ്ടെങ്കിലും ജനന നിരക്ക് എന്ന് പറയുന്നത് അത് അടുത്ത 5 വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അത് 4 ലക്ഷം. ഈ ഏറ്റവും പുതിയ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് 4 ലക്ഷത്തോളം. അപ്പം നമ്മൾ അപകടകരമായ വിധത്തിൽ അല്ലെങ്കിൽ ഭീതിജനകമായ വിധത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇവിടെ കുറയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ജനസംഖ്യ കുറയാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ ഇപ്പോൾ എടുക്കുമ്പോൾ അതിഥി തൊഴിലാളികളടക്കം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ കൂടി ചേർത്താകുമല്ലോ എടുക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു ഘടകമുണ്ട്. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജനനനിരക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഈ അപകടം എന്ന് പറയുന്നത് ഏറ്റവും നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുള്ള സ്ഥിതി ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ യുവാക്കളുടെ എണ്ണം സ്വാഭാവികമായി കുറയും. അതെ, നമ്മൾ പ്രത്യുൽപാദനക്ഷമതയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അധ്വാനശേഷിയുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ മൊത്തത്തിലേ ഇത് ബാധിക്കാൻ പോകുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. ഈ ഇങ്ങനെ ജനനിരക്ക് കുറയുന്നത് ഏതൊക്കെ മേഖലയിൽ നമ്മളെ എങ്ങനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും, അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മളിതിനോട് ചേർത്ത് വെച്ച് കാണേണ്ട ഒരു കാര്യം, ആയുർദൈർഘ്യം എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ ശരാശരി, നമ്മുടെ ഇന്ത്യൻ ശരാശരി എന്ന് പറയുന്നത് 70 വയസ്സ് താഴെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അത് 76 77 ആയിരിക്കുന്നു. അതായത് 76 77 ഞാൻ പറഞ്ഞ പുരുഷന്മാർക്ക് 76 സ്ത്രീകൾക്ക് 77 ആയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ പിന്നെ വൃദ്ധന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ റവന്യൂവിൽ തന്നെ പെൻഷൻ, വൃദ്ധക്ഷേമം, സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നവരുടെ പെൻഷൻ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും കൊടുത്തല്ലേ മതിയോ? അത് തന്നെയല്ല പുത്തൻ പദ്ധതികൾ, ഒരുപാട് ഫണ്ടിങ് ഈ വയോജനക്ഷേമത്തിന് വേണ്ടി മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാര്യമാണ്. അതോടൊപ്പമാണ് നമ്മൾ കാണേണ്ടത് ഈ നമ്മുടെ ഈ പിന്നെ അധ്വാനശേഷിയുള്ള ആളുകളുടെ കുറവ്. ചെറുപ്പക്കാരുടെ എണ്ണം ഭീതിജനകവണ്ണം കുറയുന്നു. ഉള്ളവർ തന്നെ പോകും. 40 മുതൽ അല്ലെങ്കിൽ 25 മുതൽ 40 വരെയുള്ള ആളുകളുടെ ഒരു എണ്ണമെന്ന് പറയുന്നത് വളരെ 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 കുറയുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. പിന്നെ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, നേരത്തെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ 1,25,000 ആയിരുന്നു. അത് വളരെ പെട്ടെന്ന് 2,50,000 5 വർഷം കൊണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെയാണ് 50,000-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു, പുറത്തേക്ക് പോയിരിക്കുന്നു. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന പ്രവണത ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്കാണ്. അമേരിക്കയിലേക്കും കാനഡയിലേക്കും യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയാണ് നമ്മൾ ഈ പിന്നെ കുട്ടികളുടെ പോക്ക്. ഈ കുട്ടികൾ എന്ന് പറയുന്നവർ അവിടെ പഠിക്കുകയും അവിടെ ജോലി സമ്പാദിക്കുകയും ചെയ്യുന്നു. ഇവരൊക്കെ അവിടെ സ്ഥിരതാമസമാക്കുന്നു, തിരിച്ചു വരുന്നില്ല. അവരുടെ അടുത്ത തലമുറയും തിരിച്ചു വരുന്നില്ല. വളരെ ശ്രദ്ധിച്ചു വയ്ക്കുക. നേരത്തെ നമ്മുടെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഗൾഫ് കേന്ദ്രീകരിച്ചായിരുന്നു. ഗൾഫ് മേഖല, അവിടെ നിന്നും സാമ്പത്തികമായി ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. അതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ പരിധി വരെ, കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ ഒരു കേരളത്തെ താങ്ങി നിർത്തിയത് ഈ ഒരു സംഭവമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ഇവരാരും നാട്ടിലേക്ക് പണം അയക്കുന്നില്ല എന്നൊരു കാര്യം കൂടി. 4 ആളുകൾ യൂറോപ്യൻ കൺട്രീസിലാണ്, 5 പേര് കാനഡ ആദ്യമായ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ പോയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലെ കാര്യം അവരുടെ തലമുറകൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഇവിടുത്തെ 10 ലക്ഷത്തോളം വീടുകൾ ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഈ കണക്കനുസരിച്ചുള്ള ഈ പിന്നെ ആകെ വീടുകളുടെ എണ്ണം വേണ്ട 78 ലക്ഷം വരുമെന്ന് പറയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതിൽ ആൾപ്പാർപ്പില്ലാതെ ഏതാണ്ട് 11-12
ലക്ഷം വീടുകളെങ്കിലും ആൾപ്പാർപ്പില്ലാതെ കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇടയ്ക്ക് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു, ഇങ്ങനെ വീട് വെച്ചിട്ട് ആൾപ്പാർപ്പില്ലാതെ കിടക്കുന്നത് അമിതമായ പിഴയും മറ്റും ഈടാക്കും എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതൊന്ന്. പിന്നെ ഇതോടെ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒന്നാണ് ഈ അതിഥി തൊഴിലാളികൾ മറ്റു സ്ഥലങ്ങളിൽ 35 ലക്ഷത്തോളം പേര് കേരളത്തിലുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. അപ്പൊ കേരളത്തിലെ ജനസംഖ്യയുടെ എത്ര ശതമാനം വരുമെന്ന് ആലോചിച്ച് നോക്കണം. അതായത് നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 1.5 കോടിയാണ്. ഇവിടെ 35 ലക്ഷം ആളുകൾ, 10-11 ലക്ഷം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. ഈ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും മാത്രമൊക്കെ ആയിട്ട് 11 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി പിടിയില്ല. അപ്പൊ ഈ അങ്ങനെ അത് വേറൊരു ഭീഷണിയാണ്. എന്താ ഈ ബംഗാളിലൊക്കെയുള്ള അനധികൃതമായി പ്രവേശിച്ചവർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്ന അത് വേറൊരു വിഷയമാണ്. ഞാൻ അതിനുള്ള ഒരു താവളമായിട്ട് കേരളം മാറുന്നു പറഞ്ഞ ഇതാണ്. ഇവിടെ ഈ ചെറുപ്പക്കാരുടെ എണ്ണം ഇല്ലാത്തത് കൊണ്ട് ഉത്പാദനക്ഷമത കുറയുന്നു. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു 20,000 രൂപയെങ്കിലും ഇവിടുന്ന് ഒരു അതിഥി തൊഴിലാളി അവരുടെ നാട്ടിലേക്ക് അയക്കുന്നുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഈ 20,000 രൂപ എന്ന് പറയുന്നത് ഇവിടെ വന്ന് കെട്ടിടം നിർമ്മിക്കുകയും മണിസൗധങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്യുന്ന അവരുടെയൊക്കെ വീട് അവിടെ വളരെ ചെറുതാണ്. പക്ഷേ ഇത്രയും പേര് ഗ്രാമങ്ങളിൽ കാർഷിക വികസനത്തിന് വേണ്ടിയാണ് ഈ തുക ചെലവഴിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. 20,000 രൂപ പ്രതിമാസം അയക്കുന്ന ആളുകൾ, ഒരു അതിഥി തൊഴിലാളിയുടെ ആ തുക അത്രയും നാട്ടിൽ ചെലവഴിക്കപ്പെടുന്നത് കൃഷി പരിപോഷിപ്പിക്കാൻ. നമ്മുടെ ഇവിടെ നമ്മളിവിടെ വലിയ കൊട്ടാരങ്ങൾ, ഈ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്ന അവര് ബുദ്ധിയില്ലാത്തവരാണെന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ പറയുമ്പോഴും അത് കൃത്യമായ പ്രത്യുൽപാദന മേഖലയിലേക്ക് ചെലവഴിക്കണം. അതിന് കൃത്യമായ കണക്കുകളുണ്ട്. കാരണം നമ്മൾ ഈ കഴിയുന്ന 20,000 രൂപയും നല്ല പങ്കും അവരെ കാർഷിക വൃത്തി ഞാൻ ജനന നിരക്കിലേക്ക് തിരിച്ചു വരാം. ഈ ജനന നിരക്ക് ഇങ്ങനെ കുറയാനുള്ള കാരണം എന്താണ്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും? പ്രത്യുൽപാദനക്ഷമത എന്താ പറയുന്നത്, ഈ ഞാൻ ഉദ്ദേശിച്ചത് പല വിധത്തിലും കുറച്ചുകൂടെ വ്യക്തമായിട്ട് ചോദിക്കാം. അതൊരു കാരണമാണ്. 2, ഇവിടെ വിവാഹിതരാകാതെ പോകുന്ന ആണുങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് കേൾവി. അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം വിവാഹിതരാകാതെ ഈ സഹജീവിതം എന്തായാലും പറയുന്നത് അങ്ങനൊരു ഏർപ്പാടുണ്ടല്ലോ. അതെ, ഈ എന്താ പറയാ, ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഭീകരമായി വർദ്ധിച്ചു വരുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വിവാഹിതരാകാൻ കഴിയുന്നേ ഇല്ല. 30 വയസ്സിനും 40 വയസ്സിനും വരെയുള്ള അവിവാഹിതരായ പുരുഷന്മാരുടെ എണ്ണം കേരളത്തിൽ ഭീതിജനകമാമിതം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കണ്ടുവരുന്ന പ്രവണത അതേ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് കോലിവിങ് എന്തായിട്ട് പറയുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന അത് പ്രിഫർ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പെൺകുട്ടികളെ പൊതുവേ സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ കൂടുതലായിരിക്കുന്നു. 1084 അത് വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. ഓരോ തവണ കഴിയുമ്പോഴും അതിൻ്റെ കാരണത്തെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ബന്ധങ്ങൾ ഉണ്ടാവുകയും അത് തുടരുകയും ചെയ്യുന്ന ഒരു വലിയ സംഘം ആൾക്കാർ നമ്മൾ കാണുന്നു. ഇവരൊക്കെ ഈ അണുകുടുംബങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കുട്ടികൾ ലിവിങ് ടുഗദറിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അവർ കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാന്നുള്ളത്. ഈ കുട്ടികൾ ബാധ്യതയാകരുത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ലിവിങ് ടുഗദർ എന്ന് പറയുന്നതും ഈ കുട്ടികളുടെ ജനനം നിരക്ക് കുറയുന്നതിന് ഒരു കാരണമായിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രവണത വർദ്ധിച്ചു വരികയാണ്. നമ്മൾ പരമ്പരാഗതമായ കൺസെപ്റ്റ് ഉണ്ടായിരുന്ന ചില മൂല്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകേണ്ടത്, അതൊക്കെ നമുക്കറിയാം. അങ്ങനെ പലതും മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഒരു ശുഭോദർക്കമായ കാര്യമായിട്ട് നമുക്ക് പറയാം. ഭയപ്പെടുത്തുന്ന കണക്കുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അപ്പോൾ എത്ര ഘടകങ്ങളാണ് ഇവിടെ നോക്കുക. ഇവിടെ ജനന നിരക്ക് കുറയുന്നു, അണുകുടുംബങ്ങൾ പ്രിഫർ ചെയ്യപ്പെടുന്നു, കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചെറിയ ഇത് നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറുകയാണ്. ഈ 2035 കഴിയുമ്പോൾ ഈ ജനസംഖ്യ കുറഞ്ഞു തുടങ്ങും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറയാതിരിക്കുന്നതിന് അതായത് ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിനുള്ള ഒരു കാരണങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. പക്ഷേ ഇനി ഒരു 35-35 ഈ പ്രവണത നിൽക്കത്തില്ല. അത് കഴിയുന്നതോടുകൂടി 30-35 ആകുന്നതോടുകൂടി ഈ ജനസംഖ്യാ നിരക്ക് എന്ന് പറയുന്നത് ഇത് കുറയും. ജനസംഖ്യയുടെ ടോട്ടലുള്ള ഇതുപോലും കുറയും. അതിൽ തന്നെ വലിയൊരു പങ്കാളികൾ അന്യ സംസ്ഥാനങ്ങളിലുള്ളവരായിരിക്കും. ഇവിടെ മലയാളം എന്ന് പറയുന്നത്, നമ്മൾ ഈ മലയാള നാട് എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥ മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ ആസാം, ബംഗാളി, ആസാമീസ്, പിന്നെ അവിടെയൊക്കെയുള്ള ഒറീസ, ഇവിടെ നിന്നൊക്കെ വരുന്ന തൊഴിലാളികളുടെ ആധിക്യം മൂലം അവരുടെ കോളനികൾ രൂപപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട്, പലയിടത്തും. ഈ നമ്മളിപ്പോൾ അത്തരം ചിത്രങ്ങളൊക്കെ നമ്മുടെ തിയേറ്ററുകളിൽ വ്യാപകമായി പ്രദർശിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു പല കേന്ദ്രങ്ങളിലും.
പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ അതെ. മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ അതെ, ഭാഷകളിലുള്ള തമിഴൊക്കെയാണ് വരുന്നത്. പരമാവധി കണ്ടുകൊണ്ടത്. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഈ നോർത്ത് ഇന്ത്യൻ ഭാഷകളിലേക്ക് അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അത് നല്ല കാര്യം. പക്ഷേ അത് വളരെ വർദ്ധിച്ചിരിക്കുന്നു. അത് അപ്പം സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ആളിൽ പിന്നെ ഈ നമുക്ക് മലയാളം വേണ്ടതായിരിക്കുന്നു. ഇവിടെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരെ വെച്ച് പഠിപ്പിക്കുന്നു. പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും കൂട്ടമായി താമസിക്കുന്ന പല കോളനികളിലും പല കേന്ദ്രങ്ങളിലും പിന്നെ മലയാളം അധ്യാപകർ ചെന്ന് മലയാളം പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ്. അപ്പോൾ ജനന നിരക്ക് എന്ന് പറയുന്നതിൽ തുടങ്ങി നമ്മളിപ്പോൾ ഇവിടെയല്ലേ എത്തിച്ചേർന്നു. ചുരുക്കി പറഞ്ഞാൽ മലയാള നാട് അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഇളം പുഞ്ചിരി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇളം പുഞ്ചിരി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പുഞ്ചിരി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വ്യാപകമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഇതളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഈ നമ്മുടെ RSS സർസംഘചാലക് മോഹൻജി ഭാഗവത് പറഞ്ഞത് ശരിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജനസംഖ്യാ നിരക്കിൻ്റെ നമ്മൾ കുടുംബാസൂത്രണം എന്ന് പറയുന്ന അതായത് 60കളുടെ അവസാനവും 70കളുടെ ആദ്യവും ഒക്കെ ആയിട്ട് ഇവിടെ വ്യാപകമായി നടപ്പാക്കിയ ഒരു കാര്യമാണ് കുടുംബാസൂത്രണം. ജനസംഖ്യ കൂടുന്നു. നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുടുംബങ്ങൾ വ്യാപകമായ പ്രചരണം നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്യിച്ച് കുറേ ആൾക്കാരൊക്കെ അത് ഉൾക്കൊണ്ട് കുട്ടികളുടെ എണ്ണം ലിമിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ അത് അന്നും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂട്ടാനുള്ള പദ്ധതികൾ വ്യാപകമായി നടന്നിരുന്നു. കാരണം ഇവിടെ നമ്മൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ തന്നെയാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നതോടുകൂടി യുവാക്കൾ എന്ന് പറയുന്നവർ നാട് വിട്ടുപോകുന്നു. ഇവിടെ പ്രിഫർ ചെയ്യുന്നില്ല. അത് നമ്മൾ ആശങ്കാജനകമായി വർദ്ധിച്ചു വരുന്നു. ഈ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ കൃത്യമായിട്ട് അവർ അവിടെ താവളമാക്കുന്നു, അവിടെ എത്തിക്കുന്നു, തലമുറകൾ അവിടെ കഴിഞ്ഞുകൂടുന്നു. ഇവിടെ കെട്ടിപ്പൊക്കുന്ന വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. പിന്നെ സർക്കാർ ഇവിടെ 798ഓളം വൃദ്ധസദനങ്ങൾ കേരളത്തിലുണ്ട്, അംഗീകൃതമുള്ളതും അല്ലാത്തതും. ഇതിൽ തന്നെ സർക്കാർ നേരിട്ട് നടത്തുന്ന 16 എണ്ണമോ ഉള്ളൂ സർക്കാർ നേരിട്ട് നടത്തുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ എയ്ഡോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് കുറേയേറെ സന്നദ്ധ സംഘടനകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ റവന്യൂ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ റവന്യൂവിൻ്റെ ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് ഈ 2 ഘടകങ്ങളിലേക്ക് മാറുകയാണ്. പെൻഷൻ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ വൃദ്ധന്മാർക്ക് വേണ്ടിയുള്ളത്, വൃദ്ധസദനം അവരെ നോക്കാൻ ആളില്ലാത്ത വിധത്തിൽ. ഇതൊന്നും അല്ലാതെ വൃദ്ധസദനങ്ങളിലൊന്നും കൃത്യമായ കണക്കുകളില്ലാതെ കഴിഞ്ഞു കൂടുന്ന വലിയ വിഭാഗങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരു വലിയ അനാഥരായ ഒരു വലിയ വിഭാഗം ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഏതെല്ലാം മാനങ്ങളിലേക്കാണ് ഇത് പൊക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഇവിടെ തുടങ്ങുന്ന ജനന നിരക്കിൻ്റെ ജനന നിരക്കിൻ്റെ കുറവിലേക്കാണ് നമ്മൾ കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ 2009 2019 ഉണ്ടായ ആ കുറവ് 5 വർഷങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. 2000 നേരത്തെ പറഞ്ഞതുപോലെ 2035 എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് ട്രെൻഡായിട്ട്, അതായത് മൊത്തത്തിലെ ഒരു നെഗറ്റീവ് ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നു. ഇത് ആണ് ഇതിൻ്റെ ഓവറാൾ ഒരു പിക്ചർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ്. അത് ജനന നിരക്ക് കുറയുന്നതിൻ്റെ ആകട്ടെ, ഈ വൃദ്ധരുടെ എണ്ണം കൂടുന്നത്, ബൗദ്ധിക നിലവാരം എന്ന് പറയുന്നത്, ചെറുപ്പക്കാർ എന്ന് പറയുന്നത്, അവരാണ് ഏതൊരു രാജ്യത്തിൻ്റെ സമ്പത്ത്. യങ്സ്റ്റേഴ്സ്, ആരോഗ്യമുള്ള യങ്സ്റ്റേഴ്സ് ആണ് ഏതൊരു രാജ്യത്തിന്റെ ഈ സമ്പത്ത് എന്ന് പറയുന്നത്. തീർച്ചയായും അത് വർദ്ധിക്കുന്നില്ലെങ്കിൽ, അവരുടെ എണ്ണം നമ്മുടെ ജനസംഖ്യയുടെ ഒരു നല്ല പങ്ക് ആയിട്ട് തുടർന്നില്ലെങ്കിൽ, അവരാണ് രാജ്യത്തെ നിലനിർത്തുന്നത്, രാഷ്ട്രത്തെ നിലനിർത്തുന്നത് ഈ യങ്സ്റ്റേഴ്സാണ്, ചെറുപ്പക്കാരാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ, അവരെ നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് വലിയ അപകടത്തിലേക്കായിരിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ഈ കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ചെറുപ്പക്കാർ കൂടുതലായി നാടുവിട്ടു പോകുന്നു, അന്യരാജ്യങ്ങളിൽ കുടിയേറുന്നു, അവർ തിരിച്ചു വരുന്നില്ല. ഇവിടെയാണെങ്കിലോ ജനന നിരക്ക് വല്ലാതെ കുറയുകയും ചെയ്യുന്നു. ഈ കണക്കുകൾ ഭരണാധികാരികൾ കൃത്യമായി നേരത്തെ പറഞ്ഞ വീടുകളുടെ കാര്യം പറഞ്ഞില്ലേ, 8 ലക്ഷം വീടുകളിലൊക്കെ ഈ വൃദ്ധന്മാരായ 1-2 പേര് മാത്രമുള്ള വീടുകൾ എന്നാണ് ഈ കണക്ക് പറഞ്ഞത്. 78 ലക്ഷം വീടുകളിൽ 8 ലക്ഷം. പിന്നെ 14 ലക്ഷം വീടുകൾ എന്ന് പറയുന്നത് ഈ അണുകുടുംബങ്ങളിൽപ്പെട്ട വീടുകളാണ്. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ നമ്മൾ പറഞ്ഞു 10-12 ലക്ഷം ഒഴിഞ്ഞു കിടക്കുന്ന. ഈ കണക്കുകളെല്ലാം നമ്മളെ ആശങ്കപ്പെടുന്നില്ല. നമ്മൾ അത് ഒരു വളരെ കൃത്യമായ ഒരു പദ്ധതി, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള, നമ്മുടെ നാടിന്റെ നിലനിൽപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക പദ്ധതി ചിന്തിച്ച് നമ്മുടെ വിദഗ്ധന്മാർ തയ്യാറാക്കിയില്ലെങ്കിൽ വലിയ ഭാവി ഒട്ടും ശോഭനമായിരിക്കില്ല. മലയാള നാട്ടിൽ മലയാളി ഇല്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. കൂടുതലായിട്ട് നമുക്കും ഒന്നും പറയാനില്ല.